ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ബാത്റൂം എങ്ങനെ വെറും 10 മിനിറ്റ് കൊണ്ട് വൃത്തിയാക്കാം എന്നുള്ളതാണേ. ദിവസവും ക്ലീൻ ചെയ്യാൻ മടി കാണിക്കുന്നവർക്കൊക്കെ ഈ ടിപ്സ് വളരെ ഉപകാരപ്പെടും കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ബാത്റൂമിൽ കൊണ്ടുവയ്ക്കണം. നമുക്ക് പെട്ടെന്ന് എല്ലാം അല്ലെ ഓരോന്നോരോന്ന് ചെയ്ത് കഴിയുമ്പോൾ എടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ കുറേ സമയം പോകും. അപ്പോൾ എല്ലാ സാധനവും ലിക്വിഡ് ക്ലീനർ, പിന്നെ ബേക്കിംഗ് സോഡ, വിനാഗിരി അതൊക്കെ നമുക്ക് ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാവേ. പിന്നെ ഒരു സ്ക്രബ്ബർ, ടോയ്ലറ്റ് ബ്രഷ്, പിന്നെ ഗ്ലൗസ് വേണം. ഞാനിവിടെ അങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഇത് വേറെ ആരും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്ലൗസ് എടുത്തില്ല കേട്ടോ. അപ്പോൾ ഗ്ലൗസ് കൂടെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പം ഗ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് ബാത്റൂമിൽ വയ്ക്കണം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊന്നും കൂടെ പറയുവാണേ. ഇനി നമുക്ക് ക്ലീനിങ് തുടങ്ങാം. ക്ലീനിങ് അവിടെ ഇതിൽ തുടങ്ങി. ക്ലീനിങ് നമുക്ക് ആദ്യം ബാത്റൂമിൽ ഈ ബാത്റൂമിൻ്റെ ഫ്ലോറിലല്ല ചുവരില്ലേ ഭിത്തി ടൈൽസിലെയൊക്കെ കറകളും ഇതൊക്കെ പോകാൻ വേണ്ടി ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് അത് ഈ കറകളിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ അധികം കറയൊന്നും നമ്മുടെ വീടുകളിലൊന്നും അധികം കറയൊന്നും കാണത്തില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ എപ്പോഴും ഡീപ്പ് ക്ലീൻ ചെയ്തില്ലെങ്കിലും ക്ലീൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ പിന്നെ അധികം കറകളും അങ്ങനെ കാര്യങ്ങളൊന്നും കാണുകയില്ലല്ലോ. അപ്പോൾ ബേക്കിംഗ് സോഡയും വിനാഗിരിയും നല്ലതാണ് കേട്ടോ. ഞാനങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇടയ്ക്കെങ്ങാനും ഇങ്ങനെ നല്ലോണം എന്തെങ്കിലും കറ പിടിച്ചെങ്കിൽ ഞാനത് ഉപയോഗിച്ച് കഴുകും. അപ്പോൾ നല്ല പുതിയതുപോലെയാകും. ഇത് ഞാനിപ്പോൾ പിന്നെ ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നതാണേ. പിന്നെ ഈ വൈറ്റും കൂടെ ഇടയ്ക്ക് വൈറ്റ് വരുന്നതുകൊണ്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലേ പിന്നെ അത് കറ നല്ലോണം പിടിച്ചിരിക്കും. അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ബേക്കിംഗ് സോഡ ഇതും കൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മിററൊക്കെ ഉണ്ടല്ലോ, നല്ലോണം സോപ്പ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞിട്ട് ഒരു പത്രക്കടലാസോ അല്ലെങ്കിൽ ടിഷ്യോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തുടയ്ക്കുന്നത് നല്ല കേട്ടോ. നല്ല ഇതാവും. എൻ്റെ മിററിലുണ്ടല്ലോ പെയിൻ്റ് അടിച്ചപ്പം ഇങ്ങനെ ഇത് വീണു, ഈ പെയിൻറ്റ് വീണു. എന്നിട്ട് അത് അവർ അത് പോകാൻ വേണ്ടി അവരെന്തോ സംഭവം ഇട്ട് എന്താണ് പേര് ഞാൻ മറന്നുപോയി. അതിൻ്റെ ഏതാണ്ട് സംഭവം ഇട്ട് തുടച്ചു. എന്നിട്ട് എൻ്റെ മിറർ ആകെ എന്തോ പോലെയായി. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മിറർ തുടച്ചിട്ട് അങ്ങോട്ട് റെഡിയാവുന്നില്ല. പിന്നെ നമ്മൾ ഈ ഇങ്ങനെ സ്മെല്ലിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണേ. പിന്നെ ഈ വിനാഗിരിയും നാരങ്ങ നീരും കൂടെ ഉണ്ടല്ലോ തേച്ചിട്ട് പിന്നെ കുറച്ച് സമയം വെക്കുന്നതാണ് നല്ലത്. ഞാൻ വെച്ചിട്ടൊന്നുമില്ല, ഞാൻ അപ്പം തന്നെ കഴുകുക ചെയ്തേ. അപ്പോൾ വെച്ചിട്ട് കഴുകുവാണേലുണ്ടല്ലോ അത് പെട്ടെന്ന് കറ നന്നായിട്ട് ഇളകി പോരും. എൻ്റെ അങ്ങനെ ഇല്ല, അധികം കറിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം നേരം വെച്ചൊന്നുമില്ല. പിന്നെ ഞാൻ ബാത്റൂം ക്ലീനറായിട്ട് യൂസ് ചെയ്യുന്നത് ഡോമെക്സ് ആണ്. നമ്മൾ ക്ലോസറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത് ഡോമെക്സാണ്. ഡോമെക്സ് എന്നല്ല എൻ്റെ പേര്, അതെന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറേ കാലമായിട്ട് അതാണ്. എനിക്ക് ഹാർപ്പിക്കിനേക്കാളും കുറച്ചും കൂടെ ഹാർപ്പിക്ക് നല്ലതല്ലെന്നല്ല, ഹാർപ്പിക്കിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഡോമെക്സാണ് കുറച്ചും കൂടെ ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മളിതെല്ലാം തേച്ച് കഴിഞ്ഞിട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി കളയണം കേട്ടോ. ടൈൽസിൽ നിന്ന് നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞില്ലെങ്കിൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഇവിടെ എല്ലാം ഒരു വക ഇങ്ങനെ ഒരു പാണ്ട് പിടിച്ചിരിക്കും, ഒരു വൃത്തിയില്ലാത്ത പോലെ ഇരിക്കും. അപ്പം നന്നായിട്ട് നമ്മളിത് വെള്ളത്തിൽ കഴുകി കളയണം. എന്നാലേ ആ ഒരു ഫ്രഷ്നെസ് കിട്ടുള്ളൂ, നല്ല വൃത്തിയാവുള്ളേ. പിന്നെ ഞാൻ തറയിലും ഈ ഡോമെക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അല്ല ഞാൻ സോപ്പ് പൊടി ഉപയോഗിച്ച് തറ കഴുകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇടും. അപ്പം നല്ല പതഞ്ഞങ്ങോട്ട് നീറ്റായി പോകുമ്പോൾ നല്ല മനസ്സിനൊരു സമാധാനമാണ്. അതുകൊണ്ട് ഞാൻ അതും കൂടെ യൂസ് ചെയ്യാറുണ്ട്. ഡോമെക്സ് തന്നെയല്ല,
സോപ്പ് പൊടി പിന്നെ ഇത് കഴുകാനല്ല, ക്ലോസറ്റ് കഴുകാനല്ല, പിന്നെ തറ കഴുകാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇത് ഈ സൈഡിൽ ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകി കളയും കേട്ടോ. പിന്നെ നമ്മളെല്ലാ പൈപ്പും സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴുകണം കേട്ടോ. പൈപ്പിലെല്ലാം ഇങ്ങനെ കറി അതും ഇതുമെല്ലാം പിടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി കളയണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വക ഈ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ആകുമ്പം ഈ മറ്റേ പ്ലാസ്റ്റിക്കല്ലല്ലോ, എന്താണ് ഫൈബറിൻ്റെ പൈപ്പൊക്കെ ആകുമ്പോൾ അത്ര പ്രശ്നമില്ലേ. ഇപ്പോൾ ഈ സ്റ്റീൽ പൈപ്പൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, അതിലൊരു എന്തോ ഒരു പോലെ ഇങ്ങനെ വെളുത്ത് എന്തോ പോലെ ഇരിക്കും. അപ്പോൾ അതൊക്കെ പോകാനും നല്ലതാണ് കേട്ടോ ഈ നാരങ്ങാനീരും വിനാഗിരി. പിന്നെ നാരങ്ങാനീരും വിനാഗിരിയും ഉപയോഗിക്കുന്നത് ഈ പൈപ്പിലെ കറകളൊക്കെ പോകാനാണേ. അയ്യോ എനിക്ക് മാറിപ്പോയി, ഞാൻ ഉപയോഗിച്ച് മാറിപ്പോയി പറഞ്ഞത്. ബേക്കിംഗ് സോഡയും വിനാഗിരിയാണ് നമ്മുടെ ടൈൽസിലെ ഇതൊക്കെ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നേ. ഞാനിങ്ങനെ ആരൊക്കെയോ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാണേ, അല്ല എനിക്ക് അങ്ങനെയൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം ബേക്കിംഗ് സോഡയും വിനാഗിരിയും ടൈൽസ് ക്ലീൻ ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നതും, നാരങ്ങാനീരും വിനാഗിരിയും നമ്മുടെ പൈപ്പിലുള്ള കറകളും വെള്ളത്തിൻ്റെ അതൊക്കെ മാറാനാട്ടോ. സോറി ഗൈസ്, മാറിപ്പോയി. പിന്നെ എന്താ ക്ലോസറ്റ് എല്ലാം കഴുകി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നതാണേ. എല്ലാ ദിവസവും കഴുകുമല്ലോ കേട്ടോ, എല്ലാ ദിവസവും കഴുകാറില്ല. ഒന്നരാടം ഞാൻ കഴുകും. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് ഫുള്ളങ്ങ് ഒഴിച്ച് കഴുകി കളഞ്ഞ്, പിന്നെ ഇങ്ങനെ ആ മുടിയൊക്കെ അവിടെ വീണിട്ടുണ്ട് അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് കളഞ്ഞ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരുപാട് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ നമ്മളിതൊന്നും ക്ലീൻ ചെയ്യാതെ ഇടുമ്പോഴാണ് ഇത് വല്ലാതെ വൃത്തികേടാവുന്നത്. ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ, കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ബക്കറ്റ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അങ്ങ് തറ കഴുകും. പിന്നെ ഞാൻ കപ്പിനകത്ത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ സോപ്പ് തേക്കുമ്പോൾ പതയെല്ലാം ഇങ്ങനെ ടൈൽസിലൊക്കെ ആവുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് അങ്ങ് കഴുകും. ഈ വൈറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നം. ഞാനിത് ഈ കോമൺ ബാത്റൂമിൽ ടൈല് ഈ വൈറ്റ് അല്ല അവിടെ, അതുകൊണ്ട് അതത്ര പ്രശ്നമില്ല. ഞാൻ കോമൺ ക്ലീൻ ചെയ്യുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്യും കേട്ടോ. ഞാൻ ഇതായതുകൊണ്ടാണേ, പിന്നെ ഞാൻ പറയുകയാണ് ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് ബാത്റൂം കഴുകണം കേട്ടോ. പിന്നെ തറയെല്ലാം കഴുകി, അതിൻ്റെ ഇടയ്ക്ക് ആരോ വർത്തമാനം പറയാൻ വന്നു കേട്ടോ. അപ്പം തറയൊക്കെ ഇത് ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച ബ്രഷാണ്. അപ്പം നമുക്ക് നിന്നുകൊണ്ട് തറ ഇത് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് ബ്രഷായിരുന്നേ, കുഞ്ഞ് ബ്രഷ് ഞാൻ അവിടെ ഇരുന്ന് ഉരയ്ക്കണം. നടു പൊട്ടിപ്പോകുന്ന വേദന എടുത്തിട്ട് അമ്മ ഒരു പ്രാവശ്യം കടയിൽ പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ വലുത് മേടിച്ചിട്ട് വന്നതാണ്. പിന്നെ നമ്മുടെ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മുടെ ബക്കറ്റ്, കപ്പ് അങ്ങനത്തെ എല്ലാം നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകി നല്ല വൃത്തിയാക്കണം. എല്ലാം വൃത്തിയാക്കി എല്ലാം ക്ലീനായിട്ട് ഇരിക്കുമ്പോഴാണ് അയ്യോ ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയണ്ടേ, നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടും, നല്ല വൃത്തിയായിട്ട് ഇരിക്കും. അങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വീട്, നമ്മുടെ ബാത്റൂം, വീടിനേക്കാളും എനിക്ക് തോന്നുന്നു ബാത്റൂമാണ് പെട്ടെന്ന് വൃത്തികേടാവുന്നതെന്ന് തോന്നുന്നു അല്ലേ. മക്കളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവർ കയറി ഇറങ്ങിയൊക്കെ പെട്ടെന്ന് വൃത്തികേടാവും. അപ്പം നമ്മൾ ബാത്റൂം അത്രയും നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ ഡോറൊക്കെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. മറ്റേ സ്ക്രബ് ഉണ്ടല്ലോ, നമ്മൾ ടൈല് കഴുകുന്ന ആ സ്ക്രബ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ട് കഴുകുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു പേടി, അതിന് വെള്ളം ഇങ്ങനെ അധികമായിട്ടുണ്ടെങ്കിൽ പോകുമെന്ന്. അങ്ങനെ നമ്മുടെ ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്തു. ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്. ഇപ്പോഴാണ് കേട്ടോ ഞാൻ മിറർ മിററിൽ കൂടെ നോക്കുമ്പോൾ ഒരു മങ്ങൽ കണ്ടോ, ഇത് പോവുകയില്ല, ഇതിൻ്റെ എന്തോ വീണതാണേ പെയിൻറ്റിങ്ങിൻ്റെ. അപ്പം ഓക്കെ ബായ്.